ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിക്കാൻ കാരണം തൻ്റെ വർഗത്തിൽപ്പെട്ടവർക്ക് ഒരാത്മബോധവും ഇല്ലല്ലോ, എന്താ ചെയ്യുക എന്ന് വിചാരിച്ച് കണ്ണാടി വെച്ച് നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ശരീരമാണ്, ആ ശരീരത്തിൽ ജാതിമുദ്രയില്ല, ആ ശരീരത്തിൽ ഒരു തരം വിഭാഗീയതയുമില്ല. കണ്ണാടി എന്നാണ് ഈ കവിതയുടെ പേര്. കണ്ണാടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യ സംസ്കാരത്തിൽ. 6 മാസമാകുമ്പോഴേക്കും ഒരു ശിശു കണ്ണാടിയിലെ പ്രതിഫലനം തൻ്റെ പ്രതിഫലനമാണ് എന്ന് മനസ്സിലാക്കും. ഒരു ജീവജാലത്തിനും അത് മനസ്സിലാവില്ല. പട്ടി കുരയ്ക്കും. നമ്മൾ ആ കഥ കേട്ടിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിലിരുന്ന് താഴെ കാണുന്ന പട്ടിയോട് കുരച്ച് എല്ല് പോയി എന്ന് പറയുന്ന കഥ നമ്മളോട് പറയുന്നത് പട്ടിക്ക് പ്രതിഫലന ബോധമില്ലാത്തതിനാൽ ആ വിധത്തിൽ ആലോചിച്ചോ അറിഞ്ഞോ ജീവിക്കാൻ സാധ്യമല്ല എന്നതാണ്. മനുഷ്യൻ പക്ഷേ 6 മാസമാകുമ്പോഴേക്കും അതെൻ്റെ പ്രതിഫലനമാണ് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ അതിനെ കൂട്ടുകാരനാക്കുകയും ചെയ്യും. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിക്കാൻ കാരണം തൻ്റെ വർഗത്തിൽപ്പെട്ടവർക്ക് ഒരാത്മബോധവും ഇല്ലല്ലോ, എന്താ ചെയ്യുക എന്ന് വിചാരിച്ച് കണ്ണാടി വെച്ച് നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ശരീരമാണ്, ആ ശരീരത്തിൽ ജാതിമുദ്രയില്ല, ആ ശരീരത്തിൽ ഒരു തരം വിഭാഗീയതയുമില്ല. അത് കാണിച്ചു കൊടുക്കാനാണ് ഇങ്ങനെ കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചത്, അല്ലേ? അതാണ് കണ്ണാടി എന്ന് പറയുന്നത്. ആ കണ്ണാടിയെക്കുറിച്ച് മാധവിക്കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നാണോ കേരളത്തിലെ സ്ത്രീകൾക്ക് കണ്ണാടിയെ അവഗണിക്കാൻ സാധിക്കുക, അന്ന് മാത്രമേ അവർ സ്വതന്ത്രരായിത്തീരൂ എന്ന്. അതും മനസ്സിൽ വെച്ചോളുക.